കഴക്കൂട്ടം ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂളിന് 2 രാജ്യാന്തര പുരസ്കാരങ്ങൾ. കേംബ്രിഡ്ജ് ഔട്ട്സ്റ്റാൻഡിംഗ് ലേണേഴ്സ് അവാർഡാണ് തിരുവനന്തപുരം കഴക്കൂട്ടം ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. 2023 നവംബർ സീരീസ് ജർമ്മൻ ഭാഷാ പരീക്ഷയിൽ ലോക 1ാം റാങ്ക് കരസ്ഥമാക്കിയത് കഴക്കൂട്ടം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സോണിയ എലിസബത്ത് ജേക്കബാണ്. ജേക്കബ് ജസ്റ്റിസിന്റെയും ദീപ ഫിലോയുടെയും മകളാണ് സോണിയ. കേംബ്രിഡ്ജ് IGCSE സോഷ്യോളജി 2023 നവംബർ സീരീസ് ലോക 3ാം സ്ഥാനം കരസ്ഥമാക്കിയത് മിലി ആൻഡ് ജേക്കബാണ്. സൂരജ് ജേക്കബിന്റെയും ഡോക്ടർ പ്രിയങ്ക പോളിന്റെയും മകളാണ് മിലി. 2004 കവടിയാർ ക്രൈസ്റ്റ് നഗർ ക്യാമ്പസിൽ സ്ഥാപിതമായ ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂൾ 2022 കഴക്കൂട്ടത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഈ മികച്ച നേട്ടം ഒന്ന് ജർമ്മൻ ഭാഷയിൽ IGCSE 10th ഗ്രേഡിന്റെ വേൾഡ് ടോപ്പറായിട്ട് സോണിയ എലിസബത്ത് ജേക്കബ്, അതോടൊപ്പം തന്നെ മിലി ആൻഡ് ജേക്കബ് IGCSE 10th ഗ്രേഡിലെ സോഷ്യോളജിയിൽ വേൾഡ് റാങ്കിങ്ങിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കിയുണ്ടായി. ജർമ്മനിയിൽ വെറ്റൻഹൗസനിലുള്ള സെന്റ് തോമസ് സ്കൂളുമായിട്ടുള്ള ഇൻഡോ ജർമ്മൻ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലും ഈ 2 വിദ്യാർത്ഥിനികളും ഭാഗമായിരുന്നു. 2 പേരും പാഠ്യ വിഷയങ്ങളിൽ മികവ് പുലർത്തുന്നതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ കോകരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും വളരെ സജീവമായിട്ട് സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസിലും ഇവര് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളിൽ AS ലെവൽ മാത്തമാറ്റിക്സ് ലോക 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് 2019. അതോടൊപ്പം ബയോളജി ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഇന്ത്യയിൽ 1ാം റാങ്കുകളും സൈക്കോളജി സോഷ്യോളജി വിഷയങ്ങളിൽ ബെസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡ്സും 2 ബെസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡുകൾ ജോഗ്രഫിയിലും അതോടൊപ്പം തന്നെ ബെസ്റ്റ് അക്രോസ് ദി കൺട്രി അവാർഡ് നേടുകയുണ്ടായി ക്രൈസ്റ്റ് നഗർ സ്കൂളിന് വേണ്ടി. 2004 കവടിയാർ ക്രൈസ്റ്റ് നഗർ ക്യാമ്പസിൽ ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂള് കേംബ്രിഡ്ജ് അഫിലിയേറ്റഡ് ആയിട്ട് ആരംഭിക്കുന്നത്. അതോടൊപ്പം 2022 കഴക്കൂട്ടത്തേക്ക് ഈ സ്കൂൾ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ ഏകദേശം 500ഓളം വിദ്യാർത്ഥികളും 60ഓളം അധ്യാപക അനധ്യാപകരും ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PKG മുതൽ 12th ഗ്രേഡ് വരെ 500ഓളം കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ഇതൊരു അഭിമാനകരമായ ഈ നേട്ടം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഈ പ്രസ് മീറ്റ് ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. സോണിയ എലിസബത്ത് ജേക്കബ് ആൻഡ് മിലി ആൻഡ് ജേക്കബ്, we are so happy to congratulate them along with their parents. Thank you so much. ക്രൈസ്റ്റ് നഗർ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഇന്റർനാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ 2 വിദ്യാർത്ഥിനികൾ സോണിയ എലിസബത്ത് ജേക്കബ്, മിലി ആൻഡ് ജേക്കബ്, 2 പേരും ഈ കഴിഞ്ഞ നവംബറിൽ നടന്ന എക്സാമില് വേൾഡ് ടോപ്പേഴ്സായി. ഒരാള് ജർമ്മൻ ഭാഷയിൽ IGCSE 10th ഗ്രേഡില് വേൾഡ് ടോപ്പറായും മിലി ആൻഡ് ജേക്കബ് സോഷ്യോളജിയില് വേൾഡ് റാങ്കിങ്ങിൽ 3ാമത് എത്തുകയുണ്ടായി. ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ് നേടിയിരിക്കുന്നത്. 2 വിദ്യാർത്ഥിനികളും മറ്റുള്ളവരോടൊപ്പം തന്നെ എല്ലാ പാഠ്യേതര വിഷയങ്ങളിലെല്ലാം വളരെ മികവ് പുലർത്തുന്നവരാണ്. അതോടൊപ്പം തന്നെ ഇൻഡോ അമേരിക്കൻ ഇൻഡോ ജർമ്മൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് ഈ 2 വിദ്യാർത്ഥികളും മറ്റുള്ളവരോടൊപ്പം തന്നെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ളവരാണ്. സ്കൂളിനെ സംബന്ധിച്ചും മാതാപിതാക്കന്മാർക്കും ഞങ്ങളെ അധ്യാപകർക്കും എല്ലാം ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവരുടെ നേട്ടം. We are from Christ Nagar International School and I have a very proud student with me, Sienite Millie, and I'm thrilled to find this position that she has
elevated the school to the world third ranked topper, and just say a few words about Millie's determination and resilience towards her work, and her work ethics is commendable. She went beyond the subject knowledge that she was required for that level, and very, very proud. And not just that, the co-curricular activities also was highly commendable, very much appreciated. Thank you. I'd like to thank my school and especially my sociology teacher for helping me prepare for the exams, and I did a lot of hard work on this subject, and I used many resources online and researched beyond the syllabus to quote stuff in my answers, and I also had to improve the quality of my writing, which took a lot of practice. So I'd like to thank my parents and also my sister for helping me and convincing me to study and to not be lazy, as well as my classmates for just being there. Thank you. I'd like to thank God and my school and my family for helping me to achieve what I did, and I'd like to especially mention my twin sister, whom I couldn't have done this without, and for achieving this I especially focused on the vocabulary and the grammar, and for my listening exam I practiced for it by watching a lot of German shows, which helped me to better understand the language, and I really love the German language, which made it easier to study it. Thank you. എൻ്റെ പേര് ജേക്കബ് എന്നാണ്. എൻ്റെ ഭാര്യ ദീപ, രണ്ട് മക്കള് സോണിയ എലിസബത്ത് ജേക്കബ്, സഞ്ജന എസ് ജേക്കബ്. സോണിയ എലിസബത്ത് ജേക്കബ് എന്നാണ് വേൾഡ് ടോപ്പർ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് 10 IGCSE GCSEയുടെ 23-24 എക്സാമിന് വേൾഡ് ടോപ്പർ ആയിട്ട് അവാർഡ് നൽകിയത്. അതോടുകൂടെ മോൾക്ക് 99% ഉണ്ടായിരുന്നു. ട്വിൻ സിസ്റ്റർ ആണ് സഞ്ജന എസ് ജേക്കബ്. സഞ്ജനയും ജർമ്മനിൽ വളരെ നന്നായിട്ട് ചെയ്തു. മോൾക്ക് 98% ഉണ്ടായിരുന്നു. 1% വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. മോൾക്ക് എല്ലാ സബ്ജക്റ്റിനും A+ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റിന് ആദ്യം ദൈവത്തിന് ആണ് നന്ദി പറയാനുള്ളത്. എന്തെന്നാൽ ഇത് കിട്ടാൻ എളുപ്പമല്ല, നമ്മൾ വിചാരിച്ചതുമല്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതില്. So it is God's grace. പിന്നെ I have to thank ഇവരുടെ അമ്മ ദീപ is professional in German. കുഞ്ഞു കാലത്തിലെ ജർമ്മൻ വന്നിട്ട് ഇവർക്ക് എല്ലാം ജർമ്മനും ജർമ്മൻ ടീച്ചർ ആയിരുന്നിട്ടുണ്ട്, പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ആണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഈ ജർമ്മൻ ഭാഷയും അതിന്റെ എക്സ്പെർട്ടീസും ഇവർക്ക് 10th ആയപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രൈസ്റ്റ് നഗർ ഇന്റർനാഷണൽ സ്കൂൾ, ഇവർ പഠിക്കുന്ന സ്കൂളിൽ ഒത്തിരി എൻകറേജ്മെന്റ് കിട്ടിയായിരുന്നു ഫോർ ജർമ്മൻ ലാംഗ്വേജ്. ഫാദർ തോമസ് ചെന്നാട്ടിശ്ശേരി 7 വർഷമായിട്ട് പ്രിൻസിപ്പളാണ്. ഇവര് കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ ജർമ്മൻ പഠിച്ചു തുടങ്ങിയതാ. അപ്പം ഇവര് 10th എത്തിയപ്പോൾ ഇവർക്ക് ഈ സ്കൂളിൽ ഈ ജർമ്മൻ ക്ലാസ്സസ് അല്ലാതെ തന്നെ ജർമ്മൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഓൾസോ സ്കൂൾ വന്നിട്ട് അറേഞ്ച് ചെയ്തായിരുന്നു. സെന്റ് തോമസ് വെറ്റൻ ഹൗസൻ ജർമ്മനിയിൽ ഒരു സ്കൂളുമായിട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാം. അപ്പം ജർമ്മനിയിൽ നിന്ന് പിള്ളേര് ഇവിടെ വന്നു, നമ്മളുടെ പിള്ളേര് അവിടെ പോയി. ഇവരാദ്യമാണ് അവിടെ പോയത്, ഏപ്രിലിൽ പോയായിരുന്നു. അവിടുന്ന് പിള്ളേർ ഇവിടെ നവംബറിൽ വന്നായിരുന്നു. ഇവരവിടെ പോയപ്പോൾ ആക്ച്വലി ശരിക്കും ജർമ്മൻസിന്റെ കൂടെ മിങ്കിൾ ചെയ്ത് അവരുടെ ഭാഷ ഒറിജിനൽ ലാംഗ്വേജിൽ അവർ കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ഇമ്മേഴ്സീവ് ലേണിംഗ്. അത് വളരെയായിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഈ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്ക് ഓൾസോ നമുക്ക് വേറെ അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മളെ ഈ ഗ്യോത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മൻ കൗൺസിലേറ്റ് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പം ട്രിവാൻഡ്രം ആൻഡ് ജർമ്മൻ ആൻഡ് നല്ലൊരു ലിങ്ക് ഉണ്ട്. അപ്പം ഇവരുടെ ടീച്ചേഴ്സ് സവിത മാം ഉണ്ട്, ജർമ്മൻ ടീച്ചേഴ്സ് ഉണ്ട്, 3 പേര് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും ഞങ്ങൾ വന്നിട്ട് സ്കൂളിൽ നൽകുന്നുണ്ട്. താങ്ക് യു.